ഇപ്പോഴെല്ലാവർക്കും അവരുടെ സ്ഥാനങ്ങളിൽ അല്പസമയം ഇരിക്കാം. ബഹുമാനപ്പെട്ട തോമസ് കുരിശുമൂടിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഇടവക അംഗമായ കുശുതാഴത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇപ്പോൾ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു ഗീതം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. 93-ാമത്തെ ഗീതമാണ്. ഇംഗ്ലീഷിൽ നിന്നുള്ള പരിഭാഷയാണ്. പരിഭാഷ എൻ്റെ സ്വന്തം. എനിക്ക് അവധി ലഭിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരരെ എന്നെ യാത്രയാക്കിയാലും നിങ്ങൾക്കെല്ലാം മുമ്പിൽ ഞാൻ ശിരസ്സു നമിച്ച് വിട ചൊല്ലുന്നു. എൻ്റെ വാതിലിൻ്റെ താക്കോലുകൾ ഇതാ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. എൻ്റെ ഭവനത്തിന്മേലുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ നല്ല വാക്കുകൾ മാത്രമാണ് അവസാനമായി ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ദീർഘകാലമായി അയൽവാസികളായിരുന്നു. മടക്കി നൽകാൻ കഴിയാത്തതിൽ അധികമായി ഞാൻ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുലരിയാവാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഇരുളടഞ്ഞ മൂലയെ പ്രകാശിപ്പിച്ചിരുന്ന ദീപം അണഞ്ഞിരിക്കുന്നു. എനിക്കൊരു സമൻസ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയുമാണ്. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഈ ഗീതത്തിലെ ഒരു വാചകം ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കുന്നു. നിങ്ങളുടെ നല്ല വാക്കുകൾ മാത്രമാണ് അവസാനമായി ഞാൻ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കുരിശുമൂട്ടിലച്ഛനെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അച്ഛന് 2 ടേമുകളിലായി, ആദ്യം 12 വർഷം, പിന്നീട് 3 വർഷവും 2 മാസവും ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് മരണം പെട്ടെന്ന് പിടികൂടുന്നത്. ഈ 15 വർഷത്തിനിടയിൽ നിരവധി മൃതസംസ്കാരങ്ങൾക്ക് അച്ഛൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഷ്ടിച്ചൊരു മാസമായി കാണും ഒറ്റപ്ലാക്കൽ ബേബിയുടെ മൃതസംസ്കാരം. ബേബി മരിക്കുമ്പോൾ അച്ഛൻ കാരിത്താസ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ബേബിയുടെ മൃതശരീരം സംസ്കരിക്കുന്നതിനായി പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് പള്ളിയിലെത്തിയിട്ടുണ്ട്. ബേബിയുടെ മൃതശരീരം ഇതുപോലെ ഇതേ സ്ഥാനത്ത് കിടത്തിയിരിക്കുന്നു. അച്ഛൻ എന്നെപ്പോലെ ഇതേ അംശവസ്ത്രങ്ങൾ ധരിച്ച് ഇവിടെ നിൽക്കുന്നു. താൻ രോഗശയ്യയിലായിരുന്നു എന്നുള്ള യാതൊരു ചിന്തയോ അതിൻ്റെ ക്ഷീണമോ ഒന്നും പ്രകടിപ്പിക്കാതെ ചുരുങ്ങിയ വാക്കുകളിൽ ആ പാവപ്പെട്ട മനുഷ്യനെക്കുറിച്ചുള്ള അച്ഛൻ്റെ അനുസ്മരണം ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ ഇന്ന് അച്ഛൻ മൗനത്തിലാണ്. ഇത് വെറും മൗനമല്ല, അച്ഛൻ മഹാമൗനത്തിലാണ്. ഈ മഹാമൗനത്തിന് ഒരു സന്ദേശമുണ്ട്. ഇതാണ് ജീവിതം. ഇത്രയുമേ ഉള്ളൂ ജീവിതം. എനിക്ക് ഈ മൗനം നൽകുന്ന സന്ദേശം
നാളെ ഞാൻ ഈ സ്ഥാനത്ത് കിടത്തപ്പെടും. എനിക്ക് പിന്നാലെ വരുന്നവൻ ഇവിടെ നിന്ന് ഇതുപോലെ സംസാരിച്ചേക്കാം. ജീവിതത്തിൻ്റെ ക്ഷണികത, അതാണ് അച്ഛൻ്റെ മൗനത്തിൻ്റെ വാചാലത. 1978 മെയ് മാസത്തിലാണ് അച്ഛൻ ആദ്യം ഇവിടെ വികാരിയായി ചുമതലയേൽക്കുന്നത്. അതിൻ്റെ തലേ മാസം ഏപ്രിൽ മാസം ഞാൻ ആ വർഷത്തെ കൈക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഞാൻ അന്ന് വൈദികനായിട്ടില്ല. എൻ്റെ കൂടെ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് യശശരീരനായ കേളച്ചന്ദ്രയച്ഛൻ്റെ മൂത്ത മകൻ കേളച്ചന്ദ്ര ജെയിംസ്. 12 മാസം ഞങ്ങൾ ഞങ്ങളുടെ ചുമതല നിർവഹിച്ചു. പിറ്റേ വർഷം 79 ഏപ്രിലിൽ പുതിയ കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. പുതിയ കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നു. മെയ് മാസം പകുതിയായപ്പോൾ ഞാൻ അച്ഛനെ ചെന്ന് കണ്ടു. ഞാൻ അച്ഛനോടാണ് ആദ്യം എൻ്റെ മനസ്സ് തുറക്കുന്നത്. അച്ഛാ, എനിക്ക് വൈദിക പഠനത്തിന് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനെൻ്റെ മാതാപിതാക്കളോട് പോലും പറയരുത്. ഞാൻ പിറ്റേ ദിവസം ഒരാഴ്ചത്തെ ഐക്കഫിൻ്റെ ആനിമേറ്റേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് ബോംബെക്ക് പോവുകയാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അച്ഛൻ കുന്നശ്ശേരി ബിഷപ്പിനെ കണ്ട് ഇക്കാര്യം സംസാരിക്കണം, അങ്ങനെ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അതെല്ലാം അച്ഛൻ കൃത്യമായി ചെയ്തു. ഞാൻ 2 ആഴ്ച മെയ് അവസാനത്തോടുകൂടെ സെമിനാരി പഠനത്തിന് പോകുന്നു. അച്ഛനിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധവും സൗഹൃദവും എല്ലാം. ഒരു വർഷവും 5 മാസവും കൂടി അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ 50 വർഷം പൂർത്തിയാക്കാമായിരുന്നു, ഗോൾഡൻ ജൂബിലി. ഇന്ന് പല അച്ഛന്മാരും ഗോൾഡൻ ജൂബിലി വളരെ ആർഭാടപൂർവ്വമൊക്കെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ ഞാനുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അച്ഛൻ പറയുകയാണ്, എന്തിനാണ് ഇത്ര വലിയ ആഘോഷമൊക്കെ? ഇതിൻ്റെ വല്ലതും ആവശ്യമുണ്ടോ? ഏതായാലും ഞാനിങ്ങനെ ഒരാഘോഷം ഉദ്ദേശിക്കുന്നില്ല. ദൈവനിയോഗം പോലെ അച്ഛൻ 50 വർഷം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ്റെ ചരമവാർത്തയിൽ അച്ഛൻ രൂപതയിൽ വഹിച്ചിരുന്ന ചുമതലകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കെല്ലാം കടക്കുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും ആദ്യത്തേത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ് പദവികൾ. അന്നത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റി KSS എന്ന് പറയുന്നത് ഇന്നത്തെ KSSുമായി യാതൊരു ബന്ധവുമില്ല, യാതൊരു സാമ്യവുമില്ല. കോട്ടയം രൂപതയിൽ ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആരംഭകാലമാണത്. അതിന് കൃത്യമായി ഒരു ഓഫീസില്ല. കുറച്ചുനാൾ മെത്രാസന മന്ദിരത്തിൽ അച്ഛൻ്റെ ഒരു കസേരയും മേശയുമുണ്ട്. അതിന് പ്രത്യേകമായി സ്റ്റാഫില്ല. ആരാണ്ട് 1-2 പേരൊരു കന്യാസ്ത്രീയുണ്ട്. പിന്നെ തിരുവൻമണ്ടൂരിക്കാരൻ തൈക്കാത്തച്ഛൻ്റെ മകൻ ഒരു കുഞ്ഞേട്ടൻ. ഇതൊക്കെയുള്ളൂ സ്റ്റാഫ്. അന്ന് പല പള്ളികളിലും നുറുക്ക് ഗോതമ്പ്, ബൾഗർ എന്ന് പറയുന്ന സാധനവും മെയ്സും, ചില സന്ദർഭത്തിൽ പാൽപ്പൊടിയും, ചിലപ്പോൾ എണ്ണയുമൊക്കെ വിതരണം ചെയ്യുക, ഇതൊക്കെയായിരുന്നു അതിൻ്റെ പരിപാടി. സോഷ്യൽ സർവീസ് സംബന്ധിച്ച് അച്ഛന് പ്രത്യേകത യോഗ്യതകളൊന്നുമില്ല. അച്ഛനൊരു യൂണിവേഴ്സിറ്റി ബിരുദം പോലുമില്ല. എന്നാൽ അച്ഛന് പിൻഗാമികളായിട്ട് വന്നവല്ല സോഷ്യൽ സർവീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കെല്ലാം MSW ഉണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്. എന്നാൽ വളരെ ഭംഗിയായി
ഈ ഒരു രംഗത്ത് അനേക വർഷങ്ങൾ അച്ഛന് തുടരാൻ കഴിഞ്ഞു, യാതൊരു പരാതിക്കും ഇട നൽകാതെ. അതേസമയം നമ്മുടെ ചില അയൽ രൂപതയിൽ ഇതിൻ്റെ കണക്കും സാധനങ്ങളുടെ വിതരണവും സംബന്ധിച്ചുള്ള തിരിമറികൾ നടന്നപ്പോൾ അതിൻ്റെ ചുമതല കൂടി കോട്ടയം രൂപതയെ ഏൽപ്പിക്കുന്നു. അച്ഛൻ സസന്തോഷം അത് ഏറ്റെടുക്കുന്നു. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അനേക വർഷം അച്ഛൻ ചിങ്ങവനത്താണ്. ചിങ്ങവനത്തെ രാവിലത്തെ കുർബാന കഴിയുമ്പോൾ ഒരു നല്ല സംഘം ആളുകൾ ഈ മുറ്റത്തുണ്ടാവും. അവരിലധികം പേരും ദളിതരാണ്. ഈ ചിങ്ങവനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ആവശ്യങ്ങൾ വീടില്ല, അല്ലെങ്കിൽ ശൗചാലയമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അച്ഛനെ സമീപിക്കുകയാണ്. സേവ് എ ഫാമിലി എന്ന് പറയുന്ന പദ്ധതി അന്ന് വളരെ സജീവമായിരുന്നു. പല ഇടവകളിലും ഒരുപാട് ആളുകൾക്ക് അതിലൂടെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഭംഗിയായും ചിട്ടയായും അച്ഛന് നിർവഹിക്കാൻ കഴിഞ്ഞത് അതിലുള്ള അച്ഛന് ലഭിച്ച ഏതെങ്കിലും പരിശീലനത്തോടെയല്ല, പിന്നെയോ അച്ഛന് പാവപ്പെട്ട മനുഷ്യരോടുള്ള ഒരാഭിമുഖ്യം, അതുമാത്രമായിരുന്നു അച്ഛന് കൈമുതലായി ഉണ്ടായിരുന്നത്, അച്ഛൻ്റെ വിജയ രഹസ്യം. രണ്ടാമത്തേത്, കോട്ടയം രൂപതയിലെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ സെക്രട്ടറി എന്ന നിലയിൽ 6-7 വർഷം കുരിശുമൂട്ടിലച്ഛൻ പ്രവർത്തിച്ചു. ഇതത്ര സുഖകരമായ ജോലിയല്ല. ഒരുപാട് അധ്യാപകർ, ഒരുപാട് അനധ്യാപകർ, അതിൽ കുറേ കന്യാസ്ത്രീകൾ, ഇവർക്കെല്ലാം 100 ആവശ്യങ്ങൾ. സ്കൂളുകളുടെ ഒരു പങ്ക് മലബാർ മേഖലയിൽ, അധ്യാപകരുടെ ട്രാൻസ്ഫർ, അവരുടെ പ്രൊമോഷൻ, അവരുടെ അവധി, മറ്റേണിറ്റി ലീവ്, സിസ്റ്റേഴ്സിനാണെങ്കിൽ ചില സിസ്റ്റേഴ്സിനെ ചില കോൺവെന്റിൽ നിന്ന് മാറ്റണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മാറ്റണം. ഇങ്ങനെ 100 ആവശ്യങ്ങളുമായി എല്ലാവരും അച്ഛനെ സമീപിക്കും. ഈ ഒരു തസ്തികയിൽ ശോഭിച്ചിട്ടുള്ള അച്ഛന്മാർ വളരെ അപൂർവമാണ്. എന്നാൽ അതിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരാളാണ് കുരിശുമൂട്ടലച്ഛൻ. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം എല്ലാവരെയും ക്ഷമാപൂർവം കേൾക്കും. സാധിക്കുമെങ്കിൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ ബുദ്ധിമുട്ടുകൾ, വൈതരണികളെല്ലാം പറഞ്ഞവരെ മനസ്സിലാക്കും, അവരെ ബോധ്യപ്പെടുത്തും. അച്ഛൻ ആരെയും നിരാശപ്പെടുത്തില്ല. ഏതെങ്കിലും ഒരു ഒഴിവ് വരുമ്പോൾ അവരെ തിരഞ്ഞുപിടിച്ച് വിളിച്ച് ആ സ്ഥാനത്ത് ജോലി കൊടുക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് സ്ഥലം മാറ്റം കൊടുക്കും. അങ്ങനെ ഒരധ്യാപകനിൽ നിന്നോ അനധ്യാപകനിൽ നിന്നോ അച്ഛൻ ഈ സ്ഥാനത്തിരുന്നപ്പോൾ യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല. അത്ര ശ്ലാഘനീയമായ സേവനമാണ് കോട്ടയത്തെ കോർപ്പറേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ അച്ഛൻ നിർവഹിച്ചിട്ടുള്ളത്. ഇനിയും മൂന്നാമതായി, അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടതായി, കോട്ടയം രൂപതയിലെ ഈ മലങ്കര വിഭാഗത്തിനു വേണ്ടി അച്ഛൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? കോട്ടയം രൂപതയിലെ മലങ്കര കത്തോലിക്കർ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി ആയിരുന്നു കുരിശുമൂട്ടലച്ഛൻ. അച്ഛൻ്റെ ജന്മ അഭിലാഷം തന്നെ ഈ സമൂഹത്തിന് ഇതൊരു വളരെ ചെറിയ ന്യൂനപക്ഷമാണ്, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ഞങ്ങൾ മലങ്കര ക്നാനായ കത്തോലിക്കർ. ഈ സമൂഹത്തിന് ഒരു മുഖമുണ്ടാവണം, ഈ സമൂഹത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം, ഒരു സ്വത്വമുണ്ടാവണം, ഈ സമൂഹത്തിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം. ഇതച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ 50 വർഷം അച്ഛൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഊണിലും ഉറക്കത്തിലും ഇത് മാത്രമായിരുന്നു അച്ഛൻ്റെ ചിന്ത. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ടോപ്പ് പ്രയോറിറ്റി ഇതായിരുന്നു. ഒരുപാട് നിവേദനങ്ങൾ റോമിലേക്ക് അയച്ചിട്ടുണ്ട്.
ഓറിയന്റൽ കോൺഗ്രിഗേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരുപാട് മെമ്മോറാണ്ടങ്ങൾ, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിലുടനീളം ഒരുപാട് മെത്രാന്മാരെയും കർദിനാളന്മാരെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛനോടൊപ്പം പല കാര്യങ്ങളിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അച്ഛന്മാര് എല്ലാവരും തന്നെ കുറേ നിവേദനങ്ങൾ എന്നെക്കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. ചിലത് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. അച്ഛനും ഞാനുമുണ്ട്, വേറെ ആരും അച്ഛന്മാരൊരാളോടുണ്ടെന്ന് തോന്നുന്നു, 1-2 അൽമായരും. അന്ന് സിറോ മലബാർ സഭ ഒരു സ്വതന്ത്ര സഭയായി ആരംഭിച്ച കാലം. മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ടില്ല. മാർപ്പാപ്പായുടെ പ്രതിനിധി, പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ എബ്രഹാം കാട്ടുമന. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ. കാട്ടുമന ആർച്ച് ബിഷപ്പ് എല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കോട്ടയം രൂപതയിലെ ഒരു അനോമലി ആണല്ലോ. അനോമലി എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ പ്രതിഭാസം. അതെ, നമ്മൾ കോട്ടയം രൂപതയിലെ ഒരു അസാധാരണ പ്രതിഭാസമാണ്. ഈ മലങ്കര വിഭാഗത്തിന്റെ അസ്തിത്വം ഇവിടെ. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു ഗുഡ് വില്ലിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു നല്ല മനസ്സിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ. നിർഭാഗ്യവശാൽ അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നില്ല. അതിനു മുമ്പാണ് 87-ൽ കർദിനാൾ ലൂർദ് സ്വാമി കേരളത്തിൽ സന്ദർശിക്കുന്നു. ഞങ്ങൾ നിവേദനം എഴുതി തയ്യാറാക്കി, ലൂർദ് സ്വാമിയെ ഒന്ന് കാണണം. പക്ഷേ ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്ന് അതിനുള്ള ഒരവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. എങ്കിലും കുരിശുമൂട്ടിലച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇടിച്ചു കയറി SH മൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു, നിവേദനം കൈമാറി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. പിന്നെയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 40-45 വർഷം ഇങ്ങനെ പോയി. 2011-ലാണെന്നാണ്, അല്ലെങ്കിൽ 12-ൽ ഒരു പ്രതീക്ഷയുടെ വെള്ളിരേഖ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്നുണ്ടാവുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്നത് സാധിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നടക്കേണ്ടത് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന കോട്ടയം രൂപതയിൽ നിന്ന് മാറി മലങ്കര സഭയുടെ, മലങ്കര ഹൈറാർക്കിയുടെ ഭാഗമാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പറിച്ചു നടന്നു കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നടത്തിപ്പ് ആ മലങ്കര സഭയുടെ സിനഡിന് സാധിക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇത് അച്ഛനിലും മറ്റെല്ലാ അച്ഛന്മാരിലും ഒരുപാട് പ്രത്യാശ നൽകി. പക്ഷെ നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം മലങ്കര കത്തോലിക്കരിൽ നിന്ന് അതിനനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല. ഇത് കുരിശുമൂട്ടിലച്ഛനെ ആകെ തളർത്തിക്കളഞ്ഞു. അച്ഛന് ഭയങ്കരമായ മാനസികമായ വ്യഥയുണ്ടായി. അച്ഛൻ 2ാം പ്രാവശ്യം ഈ ചിങ്ങവനം ഇടവകയിലേക്ക് വരാൻ ആഗ്രഹിച്ചത് അത് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം 12 വർഷത്തെ ഇവിടുത്തെ ശുശ്രൂഷയിൽ 100 കണക്കിന് കുട്ടികളെ അദ്ദേഹം മാമോദിസ മുക്കിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ നല്ല പ്രായത്തിലാണിപ്പോൾ. 25, 30, 35 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അച്ഛൻ വിചാരിച്ചു. ചിങ്ങവനം ഇടവകയെ കയ്യിലെടുക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അത്രമാത്രം ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അച്ഛൻ ചിങ്ങവനത്ത് വരുന്നത്. പക്ഷെ ഇവിടെയും അച്ഛൻ ഒറ്റപ്പെട്ടു പോയി. അച്ഛൻ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയനായി. എനിക്ക് തോന്നി അച്ഛന് ഒരു മാനസികമായ തകർച്ചയുണ്ടാകുമോ, ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ അച്ഛനുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു.
പക്ഷേ അച്ഛൻ കരുത്തനായിരുന്നതുകൊണ്ട് മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായില്ല. പക്ഷേ അച്ഛൻ്റെ ശാരീരികമായ ആരോഗ്യം ക്രമേണ നഷ്ടപ്പെടാനിടയായി. ഇത് ഞാൻ അദ്ദേഹത്തിൽ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പല സന്ദർഭങ്ങളിലും അച്ഛൻ എൻ്റെ വീട്ടിൽ വരും. വൈകുന്നേരം 6 മണി 6:30 ആകുമ്പോൾ അച്ഛനൊന്നും മിണ്ടത്തില്ല ദീർഘനേരം. എന്തെങ്കിലും വായിക്കാൻ മേശപ്പുറത്ത് കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ ഇരിക്കും. ഞാനും അവിടെ ഇരിക്കും. ടോട്ടൽ സൈലൻസ്. ആര് മൗനം പഞ്ചിക്കും ആദ്യം? എനിക്കിതൊരു പ്രശ്നമാണ്. അച്ഛൻ എന്തിനു വന്നു? അച്ഛൻ എന്താണ് സംസാരിക്കാനുള്ളത്? അച്ഛന് ഒരുപാട് സംസാരിക്കാനുണ്ട്. വെൻ ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അച്ഛന് വാക്കുകളില്ല. ഞാൻ അങ്ങോട്ടെടുത്തിടും. എന്താ അച്ഛാ വിശേഷം? പറയാനുള്ളത് മുഴുവൻ ഇതാണ്. അച്ഛൻ്റെ ഈ മോഹഭംഗത്തിൻ്റെ കഥയാണ്. അച്ഛൻ്റെ ഈ സ്വപ്നം. ചില സന്ദർഭങ്ങളിൽ അച്ഛൻ വികാരാധീനനായിട്ടുണ്ട്. അച്ഛൻ്റെ ശബ്ദമിടറിയിട്ടുണ്ട്. ഇത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ഈ ഇടവകയിൽ ആർക്കും ഇത് മനസ്സിലാവില്ല. എൻ്റെ സ്വന്തം സഹോദരന് പോലും മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോട് സംസാരിച്ചാൽ അവർ വളരെ ആവേശഭരിതരാകും. അവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായ ത്രില്ലാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞാൽ വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്, ലീവ് ഇറ്റ്, റബിഷ്. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മാനസികമായ വ്യഥയോടുകൂടി, തകർന്ന ഹൃദയത്തോടുകൂടിയാണ് അച്ഛൻ മരിച്ചത്. ഇനിയും എന്ത് ട്രിബ്യൂട്ട് നമുക്ക് അച്ഛന് നൽകാനാകും? നാം ഇപ്പോൾ ഹോമേജ് നൽകിക്കൊണ്ടിരിക്കുന്നു, പ്രണാമം നൽകിക്കൊണ്ടിരിക്കുന്നു, ആദരാഞ്ജലികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ട്രിബ്യൂട്ട് എന്ത് കൊടുക്കാനാവും? ഒരു മരണാനന്തര ബഹുമതി എന്ന് പറയുന്നത് പോലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. നമ്മൾ കോട്ടയം രൂപതയിലെ എന്നല്ല ക്രൈസ്തവ സഭയിലെ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമുക്ക് പ്രത്യേക പരിരക്ഷണം കിട്ടിയില്ലെങ്കിൽ നാം നാളെയോ മറ്റന്നാളോ എക്സ്റ്റിങ്ക്റ്റ് ആകും. നാം ഇവിടുന്ന് തിരോധനം ചെയ്യപ്പെടും. നാം ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ഇന്നത്തെ മലങ്കര കത്തോലിക്ക പള്ളി ക്നാനായ എന്നുള്ളതിൽ മലങ്കര വെട്ടിമായിക്കപ്പെടും, തൂത്തുമായിക്കപ്പെടും. ഇവിടെ 2 ഓപ്ഷൻസാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിലൊരു ഓപ്ഷൻ നമ്മളുടെ ക്നാനായത്വം സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു വികാരത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് ഈ കോട്ടയം രൂപതയിൽ നിലനിന്ന് സീറോ മലബാറിയത്തിന്റെ ഭാഗമായി നിലനിന്ന് നാം ഇതുമായി മേർജ് ചെയ്ത് ചരിത്രത്തിൽ നാം ഫെയ്ഡ് ഔട്ട് ആകുക. ദിസ് ഈസ് വൺ ഓഫ് ദി ഓപ്ഷൻസ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ആരാധനക്രമം കുരിശുമൂട്ടിലച്ഛനെ സംബന്ധിച്ചിടത്തോളം മലങ്കര ആരാധനക്രമം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു വലിയ വികാരമായിരുന്നു. അദ്ദേഹം എവിടെ വേണമെങ്കിലും പോകും. ആര് മരിച്ചാലും മലങ്കരക്കാരൻ മരിച്ചാൽ പോകും, അറിഞ്ഞാൽ മതി. മലങ്കര പള്ളികളിലെ ഏതു പെരുന്നാളിനും പോകും. രാമമംഗലത്തിലെ പെരുന്നാളിന് പോകും. ഇന്ന് ഞാൻ കണ്ടൊരു ഇടവകക്കാരിയെ, ഞങ്ങളുടെ പെരുന്നാളിന് തലേ ദിവസം അച്ഛനുണ്ടവിടെ. എത്ര ദൂരം കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചു പോകാനും അച്ഛന് മടിയില്ല. അച്ഛൻ കരുത്തനായിരുന്നു. കാരണം ഇതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം, അച്ഛൻ്റെ ടാർഗറ്റ് ഇതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പൈതൃകമായി ലഭിച്ച ഈ ഒരു ആരാധനക്രമം നമ്മളുടെ പാട്രിമണിയാണ്, നമ്മുടെ പിതൃസ്വത്താണ്. ഇത് നിലനിർത്താൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? കുരിശുമൂട്ടിലച്ഛന് പകരം നിൽക്കാൻ ഇനിയും ആരുമില്ല കോട്ടയം രൂപതയിൽ ക്നാനായ വിഭാഗത്തിൽ. അച്ഛൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആരുമില്ല, കരുത്തന്മാരാരുമില്ല.
പിന്നെയുള്ളത് നമ്മളുടെ സംഘടിത ശക്തിയാണ്. ശേഷിക്കുന്ന വൈദികരുടെയും അൽമായരുടെയും സംഘടിത ശക്തി, അതാണ് അതിൻ്റെ നമ്മുടെ ബാർഗൈനിങ് പവർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറുണ്ടോ? അതല്ല, ഇതൊന്നും വേണ്ട. ഞങ്ങളിലുള്ളത് ജ്ഞാനായ രക്തം, മലങ്കര, ലീവ് ഇറ്റ്, ഫർഗറ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് നാം പിന്മാറും. പക്ഷേ ചരിത്രം നമ്മെ കുറ്റപ്പെടുത്തും. ചരിത്രം നമ്മെ കുറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് ആലോചിക്കേണ്ട വിഷയമാണിത്. ഞാൻ ഓർക്കുന്നു, കുരിശുമുട്ടിലച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രക്തം ഛർദ്ദിച്ചു. അതോടുകൂടി അച്ഛൻ കൊലാപ്സ്ഡായി, അച്ഛൻ വെന്റിലേറ്ററിലായി. ഇതച്ഛൻ്റെ രക്തസാക്ഷിത്വമാണ്. ഹീസ് എ മാർട്ടയർ. എന്തിൻ്റെ മാർട്ടയർ? ഈ മലങ്കര വിഭാഗത്തിൻ്റെ. അച്ഛനെ മോശയോട് താരതമ്യപ്പെടുത്താം. 40 വർഷം മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടുപോയി അടിമത്തത്തിൽ നിന്ന് ഇവിടെ കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക്. 40 വർഷം. ഈ അച്ഛൻ 45-48 വർഷം നയിച്ചു നമ്മളെ. പക്ഷെ മോശയ്ക്ക് കനാൻ നാട് കാണാൻ സാധിച്ചില്ല. ദൈവം ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് കാണിച്ചു, ഇതാ അതാണ് കനാൻ നാട്. എല്ലാം വിശദമാക്കി പറഞ്ഞു. പക്ഷേ നിനക്കവിടെ പ്രവേശിക്കാനൊക്കില്ല, നീ അതിനു മുമ്പ് മരിക്കും. മോശ കനാൻ നാട്ടിലെത്തിയില്ല എന്ന് പറയുന്നത് പോലെ ഈ സഫലമാകാത്ത വലിയ മോഹവുമായി, അഭിലാഷവുമായി നടന്ന അച്ഛന് ഒരു പോസ്റ്റമസ് ഓണർ, ഒരു മരണാനന്തര ബഹുമതിയായി നമുക്ക് നൽകാനുള്ള ബാധ്യതയുണ്ട്. അത് ഈ പറയുന്ന നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുഖം, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമ്മളുടെ ഐഡന്റിറ്റി അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിന് കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. അച്ഛനെ എങ്ങനെ ഞാൻ അവസാനമായി വിശേഷിപ്പിക്കും എന്ന് ചോദിച്ചാൽ, he was the champion of a cause and he stood for that cause until his last breath. ധീരനായ തോമസ് അച്ഛൻ്റെ മുമ്പിൽ സുപ്രണാമം, സുപ്രണാമം, സുപ്രണാമം. ആമേൻ. ബഹുമാനപ്പെട്ട അലക്സ് ചെട്ടിയാത്തച്ഛൻ അതിനായ കുരിശുമുട്ടച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കും.